ഹലോ മഴത്തോരു മുംബൈയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കമല അലീന പോയ സന്തോഷത്തിലാണ്. അവരെല്ലാവരും ഹാളിലിരുന്ന് ഭക്ഷണം കഴിക്കാണ്. അമ്മയുടെ മുഖത്തെ പതിവിലേറെയുള്ള സന്തോഷം കാണുമ്പോൾ മനു പറയുന്നുണ്ട്, അമ്മയുടെ മുഖത്ത് നിലാവുദിച്ചല്ലോ, വലിയ സന്തോഷത്തിലാണല്ലോ. പിന്നെ സന്തോഷിക്കാതെ ഈ കുടുംബത്തിൽ നിന്നും, രണ്ട് കുടുംബത്തിൽ നിന്നും ആ ഒഴിയാബാധ ഒഴിഞ്ഞു പോയല്ലോ. ആ അതുകൊണ്ടാണോ? എന്തായാലും ഈ കുടുംബത്തിൽ നിന്ന് ആ ബാധ അങ്ങനെ ഒഴിഞ്ഞു പോവില്ലമ്മേ. അത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും, അതങ്ങനെയാണ്. ഓ, തിരിച്ചു കൊണ്ടുവരാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ നീയും കൂടെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ആ, അതിനും ഞാൻ ഒരുക്കമാണ്. മനു അതും പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ച് എണീറ്റ് പോവാട്ടോ. അന്നേരം ശിവം കമലയോട് പറയുന്നുണ്ട്, നിനക്ക് ഈ സമയത്തെങ്കിലും ഒന്നും മിണ്ടാതിരുന്നൂടെ? അവൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി എണീറ്റ് പോയത് കണ്ടല്ലോ. ഓ, അവൻക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി. എന്തായാലും അവൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആരും ഒന്നും പറയണ്ട. അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് കൈ കഴുകുന്ന സമയത്താണ് കോളിംഗ് ബെൽ അമരുന്നത്. മനു പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തായിരിക്കട്ടോ അവൻ ചെന്ന് കതക് തുറക്കുന്നുണ്ട്. അപ്പോൾ അവനിങ്ങനെ മനസ്സിലാവും, മുത്തശ്ശൻ്റെ കൂടെ ഒരുപാട് സമയം കണ്ടിരുന്ന ഒരാളാണ്. അയ്യോ, മുത്തശ്ശൻ്റെ ഫ്രണ്ടല്ലേ എന്നവൻ ചോദിക്കുന്നുണ്ട്. അതേലോ, അച്ഛനില്ല മോനെ ഇവിടെ. അച്ഛനുണ്ട്. ആരാ മനു എന്ന് ചോദിക്കുന്ന സമയത്ത്, അതെ, മുത്തശ്ശൻ്റെ അഡ്വക്കറ്റും കൂടെ ഉണ്ടായിരുന്ന ആ കൂട്ടുകാരനാണ്. ആണോ, രാമനങ്കിളാണോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അതെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. ശിവൻ എങ്ങോട്ടെങ്കിലും പോവാണോ? അല്ല, കയറിയിരിക്കൂ. അങ്ങനെ മനു അകത്തേക്ക് കയറുന്നുണ്ട്. അവർ ഓഫീസ് റൂമിൽ ഇരുന്ന് സംസാരിക്കാണ്. എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയണം. മരിക്കുന്നതിന് മുമ്പേ കുഞ്ഞിരാമ മേനോൻ എന്നെ ഏൽപ്പിച്ച കുറച്ച് വസ്തുക്കളാണിത്. ഇതൊന്ന് നോക്കൂ. ഒരു വിൽപ്പത്രോ? അതിന് അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ ഭാഗം വെച്ചതാണല്ലോ. പക്ഷേ നിങ്ങളറിയാത്ത മറ്റൊരു കാര്യമുണ്ട്. അച്ഛന് ടൗണിൽ കുറച്ച് അധികം സ്വത്തുക്കളുണ്ടായിരുന്നു. അതിൻ്റെ വിൽപ്പത്രമാണ് ഇത്. നിങ്ങൾ 4 പേർക്കും അല്ല ഈ വിൽപ്പത്രം തയ്യാറാക്കിയത്, മറ്റാരുടെ പേരിലാണ്. ഇന്നലെയാ ഇതിനെക്കുറിച്ച് ഞാൻ ഓർത്തത്. കുഞ്ഞിരാമൻ മേനോൻ മരിക്കുന്നതിന് മുമ്പേ എന്നോട് പറഞ്ഞേൽപ്പിച്ചായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെ. താൻ മരിച്ചതിന് ശേഷം തൻ്റെ മക്കളെ ഏൽപ്പിക്കണമെന്ന് ആയിരുന്നു. ഇനിയിപ്പോൾ കുഞ്ഞിരാമൻ്റെ മുമ്പേ ഞാൻ പോയാലോ എന്ന് ഭയന്ന് ഞാൻ എൻ്റെ മകനെയും ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ആ വിൽപ്പത്രം വായിക്കുന്ന മനു നെട്ടിലൂടെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുക. മനു അച്ഛനോട് പറയുന്നത്, എന്താ ഇത്? ഈ സ്വത്തുക്കളെല്ലാം അലീനയുടെ പേരിലേക്കാണല്ലോ മുത്തച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത്. അതെ, എന്നോട് പറഞ്ഞു ആ പെൺകുട്ടി ഒരു അനാഥയാണെന്ന്. അത് കുഞ്ഞിരാമ മേനോന് ഏറ്റവും വേണ്ടപ്പെട്ടവളാണെന്നും പറഞ്ഞു. ആ പെൺകുട്ടിയുടെ പേരിലാണ് ഈ സ്വത്തുക്കളെല്ലാം ഉള്ളത്. അതുകൊണ്ട് ഇത് മറ്റാരെങ്കിലും അറിഞ്ഞാൽ വലിയ വിഷയമാമോ എന്നൊരു ഭയം എനിക്കുണ്ടായിരുന്നു. ഇല്ല, അലീനയെ ഞങ്ങൾക്കറിയാം. അതാരാ? അതിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും പിന്നീട് പറയാം. അങ്ങനെ അങ്ങോട്ട് വന്ന കമല ഇത് കേൾക്കുന്നുണ്ട് കേട്ടോ. അച്ഛന് സ്വത്തുക്കളുണ്ടെന്നും അത് മറ്റാരുടെ പേരിലോ ഈ വിൽപ്പത്രം എഴുതിയെന്ന് മാത്രമാണ് കേൾക്കുന്നത്. അങ്ങനെ ആരുടെ പേരിലാണ് സ്വത്തുക്കൾ എഴുതി എന്ന് ചോദിക്കുന്നുണ്ട്. കമലെ, നീ അത് അറിയണ്ട. ഞങ്ങൾ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോവാണെന്ന് പറഞ്ഞ് രാമനെങ്കിൽ അങ്ങ് പോകുന്നുണ്ട്. മനുവിനെയും കൂട്ടി പോവാൻ നിൽക്കാട്ടോ. പിന്നെ അച്ഛൻ്റെ സ്വത്തുക്കൾ ആരുടെ പേരിലാണ് എഴുതി വെച്ചെന്ന് എനിക്കറിയണ്ടേ? അത് ഞങ്ങളുടെ അച്ഛൻ്റെ സ്വത്തുക്കളല്ലേ, അത് നീ അറിയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഫയൽ എടുത്തുകൊണ്ട് നേരെ മുത്തശ്ശിയുടെ റൂമിലേക്കാണ് ശിവൻ പോകുന്നത്. കഥ കടച്ചു അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ, ഒരു കാര്യം അറിയോ? അച്ഛന് മറ്റെവിടെയെങ്കിലും സ്വത്തുക്കളുണ്ടായിരുന്നോ ഈ ഭാഗം വെച്ചതല്ലാതെ? എനിക്ക് ഓർമ്മയില്ല. കുഞ്ഞിരാമേട്ടന് പലയിടങ്ങളിലൊക്കെ സ്വത്തുക്കളുടെ കാര്യം നിങ്ങൾ മക്കൾക്ക് അറിയാമായിരുന്നല്ലോ. അതെ, ടൗണിൽ അവിടെ ആ ഫ്ലാറ്റിനോട് ചേർത്ത് കുറച്ച് ഏക്കർ സ്വത്തുക്കളുള്ളതായിട്ട് എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ ഞാനതൊക്കെ മറന്നു. അതെ, അച്ഛന് എഴുതിയ വിൽപ്പത്ര, ആ 5.5 ഏക്കർ സ്ഥലവും ഭൂമിയും അവിടുത്തെ ഫ്ലാറ്റെല്ലാം അലീനയുടെ പേരിലേക്ക് മാറ്റിയ ഒരു വിൽപ്പത്രമുണ്ട്. അലീനയുടെ പേരിലോ? അതെന്തായാലും കുഞ്ഞിരാമേട്ടനെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി, കുറ്റബോധത്തിന് വേണ്ടി അവസാന കാലം ചെയ്തതായിരിക്കും. അതേതായാലും നന്നായി. അതൊക്കെ നന്നായി. പക്ഷേ കമല ഈ കാര്യം അറിഞ്ഞോ? ഇനി അത് വൈജയുടെ ചെവിയിലെത്തില്ലേ? അയ്യോ, കമല അറിഞ്ഞോ? അലീനയുടെ പേരിലാണെന്ന് അവൾ അറിഞ്ഞോ? അതറിഞ്ഞിട്ടില്ല. പക്ഷെ അച്ഛൻ ആരുടെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെച്ചു എന്നൊരു രഹസ്യം അവൾ കേട്ടിട്ടുണ്ട്. എന്നാലേ അതാരാണെന്ന് പറയണ്ട. തൽക്കാലം നമുക്ക് അവരോട് 2 പേരോടെയും പറയാതെ പിടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ കൂടുതൽ നമുക്കങ്ങ് നീട്ടി വെക്കാൻ വയ്യ. ഞാൻ എന്തായാലും ഗംഗേട്ടനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ മനുവും ശിവനും കൂടെ അവിടെ നിന്ന് പോവുക. ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം അമ്മയുടെ ബെഡിനടിയിലായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കമലാണെങ്കിലോ തല പുകഞ്ഞ് ആലോചിക്കുന്നുണ്ട്. എന്താണ് ഇവർ അങ്ങനെ ഒളിപ്പിക്കുന്ന രഹസ്യം? എന്തായിരിക്കും? എന്തായാലും
ആ വന്ന വക്കീലിനോട് തന്നെ ചോദിക്കാം, അയാളൊന്ന് വിളിച്ചാലോ. അങ്ങനെ ഇവരൊക്കെ അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം കമല ഫോണെടുത്തിട്ട് വക്കീലിനെ വിളിക്കാട്ടോ. എന്താ കമലക്കുഞ്ഞ്, എന്താ കാര്യം? അല്ല, അച്ഛൻ എഴുതിയൊരു വിൽപ്പത്രം ഇവിടെ കൊണ്ടുവന്നല്ലോ, അത് ആരുടെ പേരിലാണ് ആ സ്വത്തുക്കളൊക്കെ എഴുതിയത്? അത് കുഞ്ഞിന് ശിവേട്ടനോട് ചോദിക്കാമായിരുന്നില്ലേ? നിന്റെ ഭർത്താവ് ശിവൻ പറഞ്ഞു തരുമായിരുന്നല്ലോ. അങ്ങേരോട് ചോദിച്ചിട്ട് കാര്യമില്ല, അതാ ഞാൻ നിങ്ങളെ വിളിച്ചത്. എന്നാൽ എനിക്കറിയത്തില്ല, അത് നിങ്ങളുടെ കുടുംബകാര്യല്ലേ, അത് പറയാൻ ഞാൻ ഒട്ടും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അയാളങ്ങ് ഫോൺ കട്ട് ചെയ്യാട്ടോ. അങ്ങനെ കമൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാണ്, വൈജയെ വിളിച്ച് പറഞ്ഞാലോ? ഇതേ ന്യൂസ് വൈജയെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഡോക്യുമെന്റ്സ് എവിടെ? അത് നമുക്ക് കാണാമല്ലോ. അതെ, ശിവനും മനുവും കൂടെ ഒളിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും, ഞാൻ അങ്ങോട്ട് വരാം കമലെടുത്തി എന്ന് പറയാട്ടോ. അവർ ആ ഡോക്യുമെന്റ്സ് അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവർ അത് കിട്ടുന്നില്ല. പക്ഷെ കമലയുടെ കയ്യിൽ വൈജ പോയതിനു ശേഷം ആ ഒരു ഡോക്യുമെൻറ്റ്സ് കിട്ടുക, അത്രയും സ്വത്തുക്കളെല്ലാം ഇത് അലീനയുടെ പേരിലാണ് എഴുതി വെച്ചത് എന്ന കാര്യം കമല മനസ്സിലാക്കുന്നുണ്ട്. കമല അടിമുടി വരക്ക ഒരു വെറും വേലക്കാരുടെ പെണ്ണിൽ ചാവുന്നതിന് മുമ്പേ അയാൾ അതിന് എന്തിനു ചെയ്തു? അവൾ വെറും വേലക്കാരിയല്ല, അയാൾക്കും അവൾക്കും ഇടയിൽ എന്തോ ഒരു ബന്ധമുണ്ട്. കമൽ അത് മനസ്സിലാക്കുന്നുണ്ട്. അന്ന് വൈകുന്നേരം ഗംഗേട്ടൻ വരുന്നുണ്ട് കേട്ടോ, രാജീവനും ഉണ്ട്. അപ്പോൾ പെട്ടെന്നെന്താ ഒരു വിസിറ്റെന്ന് കമല ചോദിക്കുമ്പോൾ, അമ്മയെ കാണാനാണ്, ഇവിടെ വരെ മാലതിയും വന്നിട്ടുണ്ട്, അങ്ങനെയാ ഇങ്ങോട്ട് കയറിയത് എന്ന് പറയാം. മാലതിയുടെ നാട്ടിലേക്കും കൂടെ വന്നതായിരിക്കും. അങ്ങനെ അവർ സംസാരിക്കുന്നിടയിൽ കമല ഈ കാര്യം പറയും. അതെ, നിങ്ങളുടെ അച്ഛൻ മരിക്കുന്ന മുമ്പേ ഒരു വിൽപ്പത്രം എഴുതി വെച്ചിട്ടുണ്ട്. ആ വിവരം അറിഞ്ഞിട്ടാണോ നിങ്ങൾ വന്നത്? ഗംഗേട്ടനോട് ഫോണിലൂടെ മാത്രം ശിവൻ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു. അത് പറഞ്ഞു. അത് ചിലപ്പോൾ അച്ഛനെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും ദാനം ചെയ്തായിരിക്കും. ദാനമൊന്നുമല്ല, മരിക്കുന്നതിന് മുമ്പേ അച്ഛൻ തീരുമാനിച്ചതാണ് ഈ സ്വത്തുക്കളെല്ലാം ആർക്ക് കൊടുക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ആർക്കെങ്കിലും ഇഷ്ടദാനം കൊടുത്തതായിരിക്കും. അത് അലീനയ്ക്ക് തന്നെയാണെന്ന്. എന്താ അത്ര നിർബന്ധം? അലീനയും നിങ്ങളുടെ അച്ഛനും എന്താ ബന്ധം? അതൊന്നും ഞങ്ങൾക്കറിയില്ല, അച്ഛൻ മരിച്ചുപോയല്ലോ. കമല ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് രാജീവനും വെങ്കേട്ടനും കൂടെ അത് അവിടെ നിന്ന് നിർത്തിപ്പിക്കാട്ടോ. പക്ഷേ കമലയുടെ മനസ്സ് തന്നെ, കമല ഇത് അറിയണം, അലീനയുമായിട്ട് കുഞ്ഞിരാമൻ ഞങ്ങളുടെ അച്ഛന് എന്തായിരിക്കും ബന്ധം? ഇനിയിപ്പോൾ അയാളുടെ ഏതെങ്കിലും ബന്ധത്തിലുള്ള മകളായിരിക്കോ? അങ്ങനെ വരാൻ വഴിയില്ല. അയാളുടെ കൊച്ചു മകളാവാനുള്ള ഒരു പ്രായേ അലീനയ്ക്കുള്ളൂ. എന്തായാലും ഇത് കണ്ടുപിടിക്കണം. എന്തോ രഹസ്യം ഇവരെല്ലാവരും ഒളിപ്പിക്കുന്നുണ്ട്. അന്ന് രാത്രി കിടക്കാൻ വന്ന ശിവനോട് കമല ഒന്നും മിണ്ടാതെ തിരിഞ്ഞു കിടക്കുന്ന കാണുമ്പോൾ രാവിലത്തെ വിഷയം കമല ഇതുവരെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ല. ആ വിൽപ്പത്രം ആരുടെ പേരിലേക്കാണ് എഴുതി വെച്ചെന്ന് അവൾ അറിയുന്നവരെ അവൾ ഇങ്ങനെ തന്നെയായിരിക്കും. ഇങ്ങനെല്ലാം ചിന്തിച്ച് അവളെ മെയിൻ ചെയ്യാതെ ഈ സൈഡിലേക്ക് തിരിഞ്ഞു കിടക്കായിരിക്കും ശിവൻ. അന്നേരം കമല ചോദിക്കും, ഇനിയിപ്പോൾ അലീന നിങ്ങൾക്ക് അവിധത്തിലുണ്ടായ മകളേറ്റാണോ? അല്ലാതെ നിങ്ങൾ അച്ഛന് എന്തിന് വിൽപ്പത്രം അവളുടെ പേരിലേക്ക് എഴുതണം? അത്രയും സ്വത്തുക്കൾ, കോടിക്കണക്കിന് സ്വത്തുക്കൾ അവളുടെ പേരിലേക്ക് എഴുതണമെങ്കിൽ ഈ കുടുംബമായിട്ട് അവൾക്ക് എന്തോ ഒരു ബന്ധമുണ്ട്. ഇത് കേട്ട ശിവൻ നെട്ടലോടെ കമലയെ നോക്കുന്നുണ്ട്. എന്താടി കമലെ നീ പറഞ്ഞത്? എനിക്ക് ജനിച്ച മകളാണെന്നോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ, നീ അങ്ങനെ അങ്ങ് കരുതിയിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശിവൻ പിന്നെ ഒരക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. ശിവൻ ഈ വിഷയം പിറ്റേ ദിവസം ഗംഗേട്ടനും രാജീവനുമായിട്ട് സംസാരിക്കായിരിക്കും. അവരുടെ സംസാരം ഒഴിഞ്ഞു നിന്ന് കേൾക്കാനായിട്ട് കമല അവിടെ എത്തുന്നുണ്ട്. കമലക്കൊരു സംശയം, ഇനി അലീന എൻ്റെ മകളാണോ എന്ന്. അവൾ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് കണ്ടെന്ന കാര്യം ഉറപ്പാ. അവൾക്ക് മനസ്സിലായി കഴിഞ്ഞു നമ്മുടെ അച്ഛൻ അവളുടെ പേരിലാണ് സ്വത്തുക്കൾ എഴുതിയെന്ന്. ഇനി കമല വെറുതെ ഇരിക്കും തോന്നുന്നില്ല. നിവൃത്തിയില്ലെങ്കിൽ അങ്ങനെ അങ്ങ് സമ്മതിച്ചേക്ക്. ശിവേട്ടനുണ്ടായ മകളാണെന്ന കാര്യം രാജീവൻ തമാശ രൂപ പറയുന്നുണ്ട്. എടാ രാജീവ, ചുമ്മാതെങ്കിലും അങ്ങനെയൊന്നും പറയല്ലേ, പിന്നെ കമല എന്നെ നിർത്തി പൊരിക്കും. എന്തായപ്പോൾ ശിവേട്ടന് കമലയെടുത്തിയ പേടിയുണ്ട്. പിന്നെ പേടിക്കാതെ അവളെ ഒരു വിഷശർപ്പമാണെന്ന് പറയാട്ടോ. എന്തായാലും വൈജയ്ക്ക് പറ്റിയ അബദ്ധം ഇനി ഒരാൾക്കും സംഭവിക്കാതിരിക്കട്ടെ. ബാലചന്ദ്രന് സത്യങ്ങൾ അറിയാം, എന്നാലും കമല ഇത് അറിഞ്ഞു കഴിഞ്ഞാലേ വൈജ കാര്യങ്ങൾ അറിയാം മനസ്സിലാക്കാൻ അധികം താമസം ഉണ്ടാവില്ല. അപ്പടി തന്നെ കമല ഈ കാര്യം പറയും. കമല ഇത് കേട്ടതും ആകെ ഷോക്കായി നിൽക്കാട്ടോ. ഇനിയിപ്പം വൈജയുടെ മകളാണെന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇവർ പറഞ്ഞതിൻ്റെ അർത്ഥം വൈജക്കരികിലേക്ക് പോകുന്നുണ്ട് കമല. അതിനുശേഷം വൈജയോട് തന്നെ ഓരോ കാര്യങ്ങൾ ചോദിക്കാട്ടോ. അല്ല, കുറേ കാലം ആഗ്രയിലായിരുന്നില്ലേ വൈജ താമസിച്ചിരുന്നത്? പിന്നെന്താ അവിടുത്തെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് പെട്ടെന്ന് നാട്ടിലേക്ക് വന്നത്? ഒന്നും അറിയാതെയാട്ടോ കമലയുടെ ചോദ്യം. അത് പിന്നെ ഗംഗേട്ടൻ നാട്ടിലേക്ക് പോന്നപ്പോൾ എനിക്കങ്ങനെ പോകണം തോന്നി. എന്നാലും വൈജയെ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത്. നിനക്ക് അവിടെ വല്ല അവിധ ബന്ധം ഉണ്ടായിരുന്നോ?
നിനക്ക് അങ്ങനെ അവിടെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടോ നിനക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകെപ്പാടെ നെട്ടി നിൽക്കുക. നീ വിവാഹത്തിന് മുമ്പ് ഏതെങ്കിലും കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടോ എന്ന് പച്ച മലയാളത്തിൽ തന്നെ വൈജയോട് ചോദിക്കുമ്പോൾ ഞെട്ടലോടെ കമലയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വൈജ. എന്താ കമലയെടുത്തി പറഞ്ഞത്? ഞാൻ പ്രസവിച്ചിട്ടുണ്ടോ എന്നോ? ഞാൻ പ്രസവിച്ചിട്ടുണ്ട് എൻ്റെ 3 മക്കളെ. എന്താ അതിൽ സംശയമുണ്ടോ? അല്ല, വിവാഹത്തിന് മുമ്പ് ആർക്കെങ്കിലും പ്രസവിച്ചിട്ടുണ്ടോ എന്നാ ഞാൻ ചോദിച്ചത്. അല്ല, നിങ്ങളുടെ അച്ഛൻ്റെ ആ ഒരു കാട്ടിക്കൂട്ടിലെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നിങ്ങൾ 4 മക്കളുടെ ആരോ മകളാണ് അലീന. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ അച്ഛൻ അത്രയും സ്വത്തുക്കൾ അവളുടെ പേരിലേക്ക് ആക്കി കൊടുത്തത്. എന്ത്, അച്ഛന് സ്വത്തുക്കളെല്ലാം അവളുടെ പേരിലേക്ക് ആക്കിയെന്നോ? അതേന്നേ, അച്ഛനെ അറിയാം, നമ്മളെല്ലാവരും അറിയാത്ത കുറച്ച് സ്വത്തുക്കളുണ്ട്. 5 കോടി രൂപയുടെയൊക്കെ സ്വത്തുക്കളാണ്. അത് അലീനയുടെ പേര് വിൽപ്പത്ര എഴുതി ഇന്നലെ അച്ഛൻ്റെ വക്കീല് ശിവേട്ടൻ്റെയും ഗംഗേട്ടൻ്റെയും കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ഇത് കേട്ടതും വിശ്വസിക്കാനാവാതെ വൈജ തരിച്ചു നിൽക്കുക. എന്താണ് സംഭവിച്ചത്? അലീന അതിന് മാത്രം ആരാണ്? അച്ഛൻ അത്രയും സ്വത്തുക്കൾ അവളുടെ പേരിൽ എഴുതി കൊടുക്കണമെങ്കിൽ അച്ഛൻ്റെ ആരാണ് അവൾ എന്ന ചോദ്യം വൈജയുടെ മനസ്സിലുണ്ട് കേട്ടോ. വൈജ ഒരക്ഷരം മിണ്ടാതെ കമലയെ തന്നെ നോക്കുക. ഇല്ല കമലയെടുത്തി, ഇത് മറ്റെന്തോ ആണ്. കമലയെടുത്തി തെറ്റിദ്ധരിച്ചതാ. ഏയ് അല്ല, ഞാൻ കണ്ടതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഈ വിവരം പറഞ്ഞ വൈജ നേരെ ഗംഗേട്ടനെ വിളിക്കുന്നുണ്ട്. കമൽ എന്തെങ്കിലും കണ്ടെന്ന് കരുതിയിട്ട് അത് സത്യമാണോ ഉണ്ടോ വൈജയെ? എന്തായാലും അച്ഛൻ വിൽപ്പത്രം എഴുതിയിട്ടുണ്ട്. അത് ആർക്കാണോ എന്തൊന്നും അതിലില്ല. കമല വെറുതെ തെറ്റിദ്ധരിച്ചതാ എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ വൈജയെ വിശ്വസിപ്പിക്കാൻ കേട്ടോ. പക്ഷെ അധികം വൈകാതെ തന്നെ വൈജയോട് ബാലചന്ദ്രൻ തന്നെ സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. നിൻ്റെ മകളാണ് അലീന എന്ന കാര്യവും വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ആ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.